വയനാട് മാനന്തവാടിയിൽ 2.5 വയസ്സുകാരിക്ക് നേരെ പീഡനം. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. വിവരങ്ങളുമായി പി വി ജോഷില ചേരുകയാണ്. ജോഷില, വളരെ ക്രൂരമായ ഒരു വാർത്തയാണ് വയനാട് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഈ കുട്ടിക്ക് ആരാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിച്ചത്? പ്രതികളിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? സിന്ധൂരി, പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. വയനാട് മാനന്തവാടിയിലാണ് ഏറ്റവും ക്രൂരമായ ഈ പീഡനം നടന്നിരിക്കുന്നത്. 2.5 വയസ്സുകാരിക്ക് നേരെയാണ് പീഡനം നടന്നിരിക്കുന്നത്. ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിലാണ് പീഡന വിവരം പുറത്തറിഞ്ഞത്. കഴിഞ്ഞ 2 മാസം മുൻപെയാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. ആ സമയത്തായിരുന്നു കുട്ടിയുടെ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആ സമയത്ത് നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി ഡോക്ടർമാർക്ക് മനസ്സിലായത്. പോലീസ് ഇത്രയും കാലം ഈ 2 മാസത്തിനിടെ കുട്ടിയെ പീഡിപ്പിച്ചയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. ഒടുവിൽ കുട്ടിയുടെ അടുത്ത ബന്ധു തന്നെയാണ് പീഡനം നടത്തിയത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി. പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിടാൻ സാധ്യമല്ല. കാരണം കുട്ടിയുടെ അടുത്ത ബന്ധു തന്നെയായതിനാൽ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിന് സമാനമായിരിക്കും ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തുവിട്ടാൽ. സിന്ധൂരി, പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണല്ലേ? പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. സിന്ധൂരി.